നമസ്കാരം. കേരളത്തിലെ അറിയപ്പെടുന്ന പരിശീലകനും അതിലുപരി പത്തനംതിട്ട ജില്ലയിലെ പരുവ ഗവൺമെന്റ് LP സ്കൂളിലെ പ്രധാന അധ്യാപകനുമായ ശ്രീ അനിൽ ബോസ് സാറാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം സാർ. നമുക്ക് സാറിപ്പോൾ ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദീർഘനാളത്തെ ഒരു സർവീസായിരുന്നു നമുക്കുണ്ടായിരുന്നത്, ഏകദേശം 33 വർഷക്കാലമായിട്ട്. എങ്ങനെയാണ് ഈ സർവീസിലേക്ക് കടന്നു വന്നതും അതുപോലെ ഈ സർവീസ് എങ്ങനെ ഇത്രയും കാലം മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് നയിക്കാനായിട്ട് സാധിച്ചു? അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഞാൻ അധ്യാപക മാതാപിതാക്കളുടെ മകനാണ്. എൻ്റെ അമ്മ അധ്യാപികയായിരുന്നു, പിതാവ് അധ്യാപകനായിരുന്നു. അതുപോലെ അധ്യാപക കുടുംബം എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ 1990 ഞാൻ എംപ്ലോയ്മെന്റിൽ ആണ് ആദ്യം ജോലി ലഭിച്ചത്. അതിനുശേഷം 93 എൻ്റെ അമ്മ പെൻഷനായ അതേ വേക്കൻസി തന്നെ എനിക്ക് ജൂൺ മാസത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി കടിമീഞ്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നിയമനം കിട്ടിയത്. അങ്ങനെ കടിമീഞ്ചിറ സ്കൂളിൽ ആണ് ആദ്യം ജോയിൻ ചെയ്തത് 93. തുടർന്ന് ഞാൻ അവിടെ നിന്നും പത്തനംതിട്ട സബ് ജില്ലയിലുള്ള മൂഴിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ അവിടെ നിന്ന് ഞാൻ വീണ്ടും കടിമീഞ്ചിറ സ്കൂളിലേക്ക് വന്നു. അവിടെ നിന്നും വെച്ചുച്ചിറയിലുള്ള വാറ്റൂന്ന് ഗവൺമെന്റ് LP സ്കൂളിലേക്ക് ഏകദേശം 2010 കൂടിയൊക്കെ പോയി. അവിടുന്ന് SSA സർവശിക്ഷ അഭിയാൻ പ്രോജക്റ്റിൽ ഡെപ്യൂട്ടേഷനിൽ ഞാൻ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട BRCയിൽ 5 വർഷക്കാലം ജോലി ചെയ്തു. അത് ജീവിതത്തിലെ അധ്യാപക ജീവിതത്തിലെ ഒരു വേറിട്ട അനുഭവമായിരുന്നു. നല്ല പരിശീലനങ്ങൾ എനിക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ നല്ല പരിശീലനങ്ങൾ അധ്യാപകർക്ക് നൽകാൻ സാധിച്ചു. അംഗൻവാടി ടീച്ചേഴ്സിന്, പേരൻസിന് ധാരാളം ക്യാമ്പുകൾ സർവശിക്ഷ അഭിയാന്റെ നേതൃത്വത്തിൽ കാസർഗോഡും വയനാട്ടിലും തിരുവനന്തപുരത്തും ഒക്കെ പങ്കെടുത്ത ധാരാളം ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഈ അധ്യാപക ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ CCRT എന്ന് പറയുന്നൊരു ഏജൻസിയുണ്ട്. ആ ഏജൻസിയുടെ ട്രെയിനിങ്ങിനായിട്ട് ഹൈദരാബാദിൽ ഞാനൊരു 12 ദിവസം ഹൈദരാബാദിൽ പോയി. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഓരോ സ്റ്റേറ്റിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അതൊരു വളരെ അതിനെക്കാട്ടും മെച്ചപ്പെട്ട ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് CCRT ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ 33 വർഷം എന്നെ സംബന്ധിച്ചോളം ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്. കുട്ടികളോടൊത്ത് ചെലവഴിക്കുന്നതിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ പോലും വയലാറ് പാടിയതുപോലെ വീണ്ടും അധ്യാപകനാകാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും അധ്യാപക മേഖലയെ വളരെയധികം ബഹുമാനിക്കുന്ന സാറിന്റെ വാക്കുകളിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി തരംഗമായ ഒരു കാര്യമാണ് സാറിന്റെ കുട്ടികളുമായിട്ട് ഒരു വിമാനയാത്ര നടത്തിയതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു ചേതോവികാരം എന്തായിരുന്നു? ഞാൻ ജോലി കിട്ടി 1993 ജോലി കിട്ടിയ കാലഘട്ടം. 93 കാലഘട്ടം തന്നെ നമ്മുടെ പ്രദേശങ്ങളൊന്നും ഒരു അന്താരാഷ്ട്ര വിമാന റൂട്ടുള്ള പ്രദേശമല്ല. വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ഒരു വിമാനങ്ങളില്ലേ ഇവിടെ സ്കൂളിന്റെ മുകളിൽ കൂടെ പോകുന്നത്. ഈ വിമാനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുട്ടികളെല്ലാവരും എത്ര ആക്റ്റീവായിട്ട് നമ്മൾ പഠിപ്പിച്ചാൽ പോലും ചിലപ്പോൾ ഓടി ജനലിലെടുത്തോട്ടൊക്കെ പോകും. വിമാനങ്ങൾ കാണാനോ ശബ്ദം. അതിനോടൊപ്പം തന്നെ ഞാനും പോയി നോക്കാറുണ്ട് വിമാനങ്ങൾ. അപ്പൊ വിമാനം ഇങ്ങനെ പോയി ഞാൻ എന്റെ ഏകദേശം ഒരു 30 വയസ്സുള്ളപ്പോഴാണ് വിമാനയാത്ര നടത്തിയത് ആദ്യമായിട്ട്. അപ്പൊ ആ വിമാനയാത്ര നടത്തിയപ്പോൾ തന്നെ ആ 30ാമത്തെ വയസ്സിൽ എനിക്കതൊരു വലിയൊരു ത്രില്ലിംഗ് അനുഭവമായിരുന്നു. ഞാൻ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ വന്ന് കുട്ടികളോട് പറയാം വിമാനത്തെ കുറിച്ച് യാത്രയെ കുറിച്ചൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ആകാംക്ഷ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിനെ തോന്നിച്ചു, ഞാൻ പെൻഷനാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരിക്കൽ എന്റെ സ്കൂളിലെ മുഴുവൻ കുട്ടികളെ വിമാനത്തിൽ കൊണ്ടുപോകണമെന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഭാര്യ 2022 ഗവൺമെന്റ് LP സ്കൂളിൽ 6ാം നമ്പൂരിൽ HM-ആയി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് അവർ പറഞ്ഞു അവരുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ രണ്ടുപേരുടെ സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ റാന്നി MLA ആയിട്ട് ഈ വിഷയം ഡിസ്കഷൻ നടത്തി. അപ്പൊ MLA ഞങ്ങളോട് പറഞ്ഞു MLA ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ MLA-യോടൊപ്പം തന്നെ 2 സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ഉൾപ്പെടെ 54 പേരുടെ ഒരു സംഘം ഞങ്ങൾ ഇവിടെ നിന്നും നെടുമ്പാശ്ശേരി പോയി. നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങി തിരുവനന്തപുരം സൂവും മ്യൂസിയവും സെക്രട്ടേറിയറ്റും പഴയ നിയമസഭാ മന്ദിരവും ഒക്കെ കണ്ട് MLA ഞങ്ങൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കുട്ടികൾക്കുണ്ടായിരുന്നു. ഒരു ഗൈഡായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങൾ രാത്രിയോടുകൂടി തിരികെ എത്തി. അത് തികച്ചും വലിയൊരു അനുഭവമാണ് കുട്ടികളെ സംബന്ധിച്ചോളം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വിമാനത്തിൽ കയറി. ഞാൻ 30ാമത്തെ വയസ്സാണ് വിമാനത്തിൽ കയറി. കുട്ടികൾക്ക് ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. എനിക്കൊരു നല്ല സംതൃപ്തിയുമായിരുന്നു. അത് ആ ഒരു യാത്രയ്ക്ക് ശേഷം കുട്ടികൾ എന്തെങ്കിലും അനുഭവങ്ങളായിട്ട് സാറിനോട് പങ്കുവച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പുതിയ ആഗ്രഹങ്ങൾ വല്ലതും സാറിനോട് പറഞ്ഞിട്ടുണ്ടോ? അതെ, എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, ഈ യാത്ര കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ
3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഓടി വന്ന് എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് അടുത്ത പ്രാവശ്യം റോക്കറ്റ് വളരെ നല്ല ആഗ്രഹം, ഒരു ഭയങ്കര അറിവായിരുന്നു. ആ യാത്രയിൽ അവൻ വീണ്ടും അപ്ലിഫ്റ്റ് ചെയ്തു എന്നുള്ളത്, റോക്കറ്റിൽ പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ഓക്കെ സാറേ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങളൊക്കെ ഒത്തിരി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെക്കുറിച്ച് എന്താണ് സാറിന് എന്തെങ്കിലും ഒരു പ്രത്യേക അഭിപ്രായം പറയാനുണ്ടോ? അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കൃത്യമായിട്ട് എത്തിക്കുന്നത് എന്നുള്ളത്? കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇത്ര ഗ്രാം അരി പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇന്ന കറികൾ പറഞ്ഞിട്ടുണ്ട്. ആ കറികളനുസരിച്ചാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതനുസരിച്ചുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ. പക്ഷെ ഞങ്ങള് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശ പല സ്കൂളുകളും അതിലൊക്കെ ഉപരിയായിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ. അതിലൊക്കെ ഉപരിയായിട്ട് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ലോക്കലി തന്നെ മെനുവിൽ ആഡ് ചെയ്യുകയും കുട്ടികൾക്ക് എന്താണോ വേണ്ടതെന്ന് അവരുമായിട്ട് ഡിസ്കഷൻ നടത്തും. നാളെ എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്കൂളാണ് ഞങ്ങളുടെ. ഞങ്ങൾ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കും, ഫിഷ് കൊടുക്കും ധാരാളം ദിവസങ്ങളിൽ, അതുപോലെ ഇലക്കറികൾ ധാരാളമായിട്ട് കൊടുക്കും, പായസങ്ങൾ ഇടയ്ക്ക് വെച്ച് കൊടുക്കും. അപ്പൊ അവർക്ക് എന്ത് വേണോ അതെല്ലാം ചെയ്തു കൊടുക്കാൻ താല്പര്യമായ അധ്യാപകരാണ് ഞങ്ങൾ എല്ലാവരും. അതുപോലെ തന്നെ ഈ പറയുന്ന എമൗണ്ടിനൊന്നും ഇത് നിൽക്കത്തുമില്ല ഗവൺമെന്റ് തന്നെ. ഈ എമൗണ്ട് ഒക്കെ എക്സീഡ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ എല്ലാവരും കൂടെ തന്നെ ഷെയർ ചെയ്ത് തന്നെ എടുത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് ഇതിനകത്തൊരു തമാശ രൂപേണെങ്കിലും പറയാനുള്ളത്, ജയിലിലെ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. മട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ പലരും തന്നെ കഴിച്ചിട്ട് പോലുമില്ല. ആഴ്ച 2 ദിവസം ജയിലിൽ മട്ടൻ കൊടുക്കുമ്പോൾ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും സ്കൂളിൽ കൊടുക്കണമെന്നുള്ള സജഷനാണ് എനിക്ക് അതിനകത്ത് പറയുന്നത്. ഓക്കെ ഓക്കെ, വളരെ നല്ല ഒരു അഭിപ്രായമാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ അധികാരികളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ പരുവ ഗവൺമെന്റ് LP സ്കൂളിലെ 68ാമത് വാർഷികമാണ് നമ്മളിപ്പോൾ സ്കൂൾ വാർഷികമാണ് നടക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് സാറിന്റെ ഗവൺമെന്റ് ജീവിതത്തിലെ അവസാന ദിവസങ്ങളൊക്കെ കടന്നു വരുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പെരുന്തേനരുവിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. അപ്പൊ അവിടെ വലിയ 2ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാർക്ക് ഗവൺമെന്റ് കൊടുത്ത ഭൂമിയാണ് അവിടെ ഏറ്റവും കൂടുതൽ. എക്സ് സർവീസൺ കോളനി എന്ന് പറയും. അതോടൊപ്പം തന്നെ അവിടെ ട്രൈബൽ വിഭാഗത്തിലെ ധാരാളം ആൾക്കാർ താമസിക്കുന്നുണ്ട്.